ഹായ് സ്റ്റുഡൻസ്, ട്രേഡിംഗ് അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റഡ് പർച്ചേസ് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മുന്നേ ഞാനൊരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ വെച്ചിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ചില കേസിൽ ട്രയൽ ബാലൻസിൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് തരും, അതായത് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പർച്ചേസ്. അങ്ങനെ വന്നാൽ നമുക്കവിടെ ട്രയൽ ബാലൻസിൽ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് തരില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുമ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല. ട്രയൽ ബാലൻസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അഡ്ജസ്റ്റഡ് പർച്ചേസ് വെച്ചിട്ടാണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റഡ് പർച്ചേസിനോടുകൂടി പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. പിന്നെ നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് വേജസ് ആൻഡ് സാലറീസ് മാത്രമാണെങ്കിൽ ഇതിലെടുക്കാൻ പറ്റില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ടത്. വേജസ് ആൻഡ് സാലറീസ് തന്നതുകൊണ്ടാണ് ഇതിലെടുത്തിട്ടുള്ളത്. ദെൻ ഫ്രൈറ്റ് ഇൻവേർട്സ് അല്ലെങ്കിൽ കാരേജ് ഇൻവേർട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും റിട്ടേൺസ് ഉണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യാം. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്ജസ്റ്റഡ് പർച്ചേസ് വെച്ചിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണല്ലോ പ്രിപ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല, പക്ഷേ ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ എടുക്കാൻ പാടില്ല. ആ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ട്രയൽ ബാലൻസ് ഉള്ള ഐറ്റംസ് ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ. അപ്പം ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാതെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കാതെ അഡ്ജസ്റ്റഡ് പർച്ചേസ് ഇടുക. പിന്നെ മറ്റുള്ള ഡയറക്റ്റ് എക്സ്പെൻസൊക്കെ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഇടാതെ ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. കൂടുതലുള്ള എമൗണ്ട് ഇവിടെ ഇടുക, ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആക്കിയിട്ട് ഇടുക. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലുള്ള സെയിം എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇടുക, ഡിഫറൻസ് ഗ്രോസ് ലോസ് ആക്കി എടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വെച്ച് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് അക്കൗണ്ട് കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അത് ഡിഫറൻസ് മനസ്സിലാക്കാനാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇട്ടിന്. ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇട്ടിട്ടില്ല. ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എടുത്തിട്ടില്ല. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇട്ടില്ല. ഇവിടെ ഇപ്പം ഞാൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ ഉള്ളതല്ല, ട്രയൽ ബാലൻസിൽ ഉണ്ടായിരിക്കില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഉണ്ടെങ്കിൽ ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയത് ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ട് ഇവിടെ എടുത്തിട്ടില്ല. ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്കും ഇവിടെ എടുത്തിട്ടില്ല. ഇവിടെ ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ എടുത്തു. അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വേറെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോം ഉള്ള ഒരു വീഡിയോ മുന്നിലിട്ടിട്ടുണ്ട്. അത് കേൾക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിലുള്ളതിലും കൂടുതൽ ഐറ്റംസ് ഡയറക്റ്റ് എക്സ്പെൻസ് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് എക്സ്പെൻസ് കുറച്ചും കൂടി വരുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ ഡിഫറൻസ് മനസ്സിലാക്കാൻ ചെയ്യുന്നത് കൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.